എങ്ങനെയാണ് നമ്മുടെ പണം നമ്മൾ വേറൊരാൾക്ക് കൊടുത്തിട്ടും നമുക്ക് എങ്ങനെയാണ് സമ്പത്തിൽ വർധനവുണ്ടാകുന്നത്? ഒന്നാമത് പറഞ്ഞത് അൻ യുബാരിക ലഹു ഫീഹി, അല്ലാഹ് ബർക്കത്ത് കൊടുക്കും. അപ്പൊ ആത്മാർത്ഥമായി സദക്ക കൊടുക്കാത്ത ഒരുത്തനും അവന്റെ പണത്തിന് ബർക്കത്തില്ലാതാണ്. കോടികൾ കയ്യിൽ വരുന്നു, പക്ഷെ ജീവിതത്തിൽ പണത്തിന്റെ ഒരു പ്രയോജനം അവന് കിട്ടാതെ പോകുന്നു. എന്താണ് കാരണം? അവന്റെ സമ്പത്തിന്റെ ആസ്തിക്കനുസരിച്ചു കൊണ്ടൊരു വിഹിതം ആത്മാർത്ഥമായി അവൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവന് ബർക്കത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അപകടങ്ങളെ അള്ളാഹു തടുക്കും. സദക്ക കൊടുക്കണോന്ന് അള്ളാഹു ആപത്തുകളെ തടുത്തു കൊടുക്കണം. അപ്പൊ അവന്റെ ഉള്ള പൈസ ഉണ്ട് അവന് മാന്യമായി ജീവിച്ചു പോകാൻ പറ്റുമെന്നാണ്. ഈ ബർക്കത്ത് കൊണ്ട് എന്ത് വെച്ചാൽ അവന്റെ സമ്പത്ത് കുറയാതെ അള്ളാഹു വെക്കും. അതാണ് സ്വതക്ക കൊണ്ട് സമ്പത്ത് കുറയില്ല എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ വെച്ചാൽ അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുക. അതിലേറെ പ്രധാനം എന്താ അറിയോ? ഒരാള് എന്തെങ്കിലും ഒരാൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു ആ കൊടുത്തതിന്റെ മൂല്യം കണക്കാക്കി അല്ലെങ്കിൽ അതിനധികമായിട്ട് അള്ളാഹു വേറെ നിലക്ക് അവന് വരാനുള്ള വഴി ഉണ്ടാക്കിക്കും.